പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കും. അങ്ങനെ നമുക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ ഭൂമിയിൽ ജീവിക്കാം. അങ്ങനെ ജെറമ്യ 31:3 ഇപ്രകാരം പറയുന്നു: ദൈവത്തിന് എന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. ദൈവസ്നേഹം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം നമ്മളെ ഉള്ളിലുള്ള പാവാവസ്ഥയാണ്. അപ്പോൾ ആ പാവാവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷ നേടണമെങ്കിൽ നാം ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയും വചനം പഠിക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യണം. അങ്ങനെ നാം ചെയ്യും. അങ്ങനെയെല്ലാം നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് സാധ്യമാണ്. എല്ലാം ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ പദ്ധതി അനുസരിച്ച് നമ്മളെ വിളിക്കപ്പെട്ട എല്ലാം ദൈവം നമുക്ക് എല്ലാം നന്മയ്ക്കായി പരിണയിപ്പിക്കുന്നു. നാം പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അവിടുത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയും. നാം പല സ്ഥലങ്ങളിലും ദൈവത്തെ അന്വേഷിക്കും, പക്ഷേ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയാത്തത് നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുമ്പോഴാണ്. അങ്ങനെ ആമോസ് പ്രവാചകൻ 8:11 ഇപ്രകാരം പറയുന്നു: ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്ന നാളുകൾ വരുന്നു. ഭക്ഷണക്ഷാമമോ ദാഹജലത്തിനുള്ള ക്ഷാമമോ വറുതിയോ അല്ല, കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. സഹോദരരെ, ഇപ്പോൾ നമുക്ക് വചനം ലഭിക്കാൻ പല വഴികളുമുണ്ട്. നമുക്ക് ഒരു പള്ളിയിൽ ചെന്നാൽ നമുക്ക് ഒരു കുർബാനയുടെ സമയത്ത് നമുക്ക് വചനം കേൾക്കാം. അതുപോലെ ധ്യാന കേന്ദ്രങ്ങൾ, ധ്യാന ഗുരുക്കന്മാർ, അതുപോലെ തെരുവുകളിൽ സുവിശേഷം പ്രസംഗിക്കുന്നവർ, അങ്ങനെ പല വിധത്തിൽ നമുക്ക് വചനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പിന്നീട് ഒരു കാലം വരും, നമുക്ക് വചനം ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള കാലം വരും. അന്ന് നമ്മൾ വചനം ലഭിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ ആമോസ് പ്രവാചകൻ ഇപ്രകാരം പറയും: